സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞാനും എന്റെ പിതാവും ഒന്നായിരിക്കുന്നു എന്ന് അങ്ങേ പുത്രൻ വലിയ ആനന്ദത്തോടെ ഉദ്ഘോഷിക്കുവാൻ മാത്രം, അത്രമാത്രം അനന്ത സ്നേഹത്താൽ, അനന്ത വാത്സല്യത്താൽ പുത്രനോട് ഒന്നായിരുന്നുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ വാഴുന്ന സ്നേഹപിതാവേ, സഭാപിതാവായ MCB സഭയുടെ സ്ഥാപക പിതാവായ ആലക്കത്തിൽ മത്തായിച്ചനോട് ചേർന്ന് പിതാവേ, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. അവസാനത്തുള്ളി രക്തം വരെയും ഞങ്ങൾക്കും ഞങ്ങളെ രക്ഷയ്ക്കും വേണ്ടി ചിന്തി അതികഠോരമായ പീഡകളേറ്റ് മരിച്ച് ഞങ്ങൾക്ക് നിത്യകവാടം തുറന്നു വന്ന, നിത്യജീവന്റെ വഴിയിലേക്ക് ഞങ്ങളെ നയിച്ച, ഞങ്ങളുടെ പാപവും അതിന്റെ ശിക്ഷയും നീക്കുന്ന ദൈവകുഞ്ഞാടായ ഞങ്ങളുടെ ഈശോയെ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, മാർത്തോമാ ശ്ലീഹായോട് ചേർന്ന് ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. സദാ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിൽ വ്യാപൃതനായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മൂന്നാളുകളാണെങ്കിലും അനന്ത സ്നേഹത്താലും അനന്ത വിശുദ്ധിയാലും ഒന്നായിരിക്കുന്ന അങ്ങയെ നോക്കി ആലക്കളത്തിൽ മത്തായിച്ചനോട് ചേർന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനോട് ചേർന്നും ഞങ്ങൾ ആനന്ദപൂർവ്വം ഉദ്ഘോഷിക്കട്ടെ. ഓ പരിശുദ്ധ പരമതൃത്വമേ, എന്റെ ഭാഗ്യമേ, ഓ പരിശുദ്ധ പരമതൃത്വമേ, ഞങ്ങളുടെ ഭാഗ്യമേ. പിതാവേ, എന്നെയും സകല മാനവ മക്കളെയും സകല ജീവജാലങ്ങളെയും അങ്ങ് രൂപപ്പെടുത്തിയപ്പോൾ അനന്ത സ്നേഹത്തിൽ പുത്രൻ അങ്ങയോടുകൂടി ഉണ്ടായിരുന്നല്ലോ. പുത്രനെ കൂടാതെ ഒന്നും അങ്ങ് സൃഷ്ടിച്ചില്ല. കാരണം അത്രമാത്രം അങ്ങ് പുത്രനെ സ്നേഹിച്ചു. പുത്രനും അങ്ങയെ സ്നേഹിച്ചു. പരിശുദ്ധാത്മാവേ, പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമേ, സൃഷ്ടികർമ്മത്തിൽ ആദ്യ ജലത്തിന്റെ മേൽ ആവസിച്ചുകൊണ്ടും ആദ്യ മനുഷ്യന്റെ മേൽ നിശ്വാസമായി ഇറങ്ങി വന്നുകൊണ്ടും അങ്ങ് സൃഷ്ടികർമ്മത്തിൽ പിതാവിനോടും പുത്രനോടും അനന്ത സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നു. ഓ പരിശുദ്ധ പരമതൃത്വമേ, എന്റെ ഭാഗ്യമേ, ഞങ്ങളുടെ ഭാഗ്യമേ, പരമദിവ്യകാരുണ്യമേ, പുനഃസൃഷ്ടികർമ്മത്തിനായി അങ്ങ് രക്ഷാകരകർമ്മം തുടരാനായി ഞങ്ങളോടൊപ്പം സന്നിഹിതനായിരിക്കുമ്പോൾ ഇതാ അങ്ങ് ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കുന്നത് പിതാവിന്റെ അനന്ത സ്നേഹം ദിവ്യകാരുണ്യത്തിലൂടെ ഞങ്ങളിലേക്ക് ഒഴുക്കിക്കൊണ്ടാണല്ലോ. പുത്രനായ ഈശോയെ, അങ്ങയുടെ അനന്ത കാരുണ്യം അങ്ങയുടെ ദിവ്യ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ
ആ ദിവ്യഹൃദയത്തിൽ നിന്നും ഈ ദിവ്യകാരുണ്യത്തിലൂടെ ഞങ്ങളിലേക്ക് ഒഴുകുകയാണല്ലോ. വിശുദ്ധീകരിക്കുന്ന ദിവ്യപ്രകാശമേ, പരിശുദ്ധാത്മാവേ, ഈ ദിവ്യകാരുണ്യത്തിൽ വസിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളെ പ്രകാശിപ്പിക്കുകയാണല്ലോ. ഓ പരിശുദ്ധ പരമതൃത്വമേ, എന്റെ ഭാഗ്യമേ, തൃത്വമേ, കൂട്ടായ്മയെ എന്ന് വിളിച്ച് അങ്ങേ ആരാധിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങിൽ വിലയം പ്രാപിക്കട്ടെ. ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് വിലയം പ്രാപിക്കുവാൻ വരുന്ന അങ്ങേക്കായി ത്രിയേക ദൈവമേ, പരമദിവ്യകാരുണ്യമേ, ഇതാ ഞങ്ങൾ ഞങ്ങളെ തന്നെ തുറന്നു തരുന്നു. പിതാവിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പിതാവിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഞങ്ങളിലെന്നും നിറയ്ക്കണമേ. ക്രിസ്തുവേ, 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 കൂട്ടായ്മയേ, ക്രിസ്തുവിൻ മാതൃകയേ, ഞങ്ങളെ നയിക്കണമേ. സ്നേഹം നിറഞ്ഞ പരമപരിശുദ്ധനായ പിതാവേ, മാലാഖമാരും വിശുദ്ധരും സദാ വിസ്മയം കൊള്ളുകയാണല്ലോ. അങ്ങേക്ക് പുത്രനോടുള്ള അനന്ത സ്നേഹം ദർശിച്ചും അത് നുകർന്നനുഭവിച്ചും ഇത്ര അനന്തമായി പിതാവേ അങ്ങേക്ക് പുത്രനെ സ്നേഹിക്കുവാൻ കഴിയുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മനുഷ്യന്റെ ഹൃദയത്തിലേക്കും ഹൃദയത്തിൽ നിന്നും രക്തമൊഴുകുന്ന കുഴലുകളിൽ കൊളസ്ട്രോളും മാലിന്യങ്ങളും അടിഞ്ഞുകൂടുമ്പോൾ രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാകുന്നു. വെള്ളം ഒഴുകുന്ന കുഴലിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ വെള്ളം കടന്നുവരാനും തുടർന്നൊഴുകുവാനും
തടസ്സം വരുന്നു. എന്നാൽ പിതാവേ, പുത്രനിൽ നിന്നും അങ്ങിലേക്കൊഴുകുന്ന സ്നേഹം, പുത്രന്റെ അനന്തമായ സ്നേഹം അതിരുകളില്ലാതെ സ്വീകരിക്കുന്നതിൽ അങ്ങിലൊരു തടസ്സവുമില്ല, ഒരു മാലിന്യവുമില്ല. അങ്ങ് പരമ പരിശുദ്ധനാണ്. അങ്ങിൽ നിറഞ്ഞു നിൽക്കുന്ന അനന്ത സ്നേഹം പുത്രനിലേക്ക് ഒഴുകുന്നതിലും ഒരു തടസ്സവുമില്ല. അങ്ങ് പരിശുദ്ധനാണ്. ആ പരിശുദ്ധി ദർശിച്ചുകൊണ്ടാണല്ലോ പരിശുദ്ധരായ മാലകമാരും വിശുദ്ധരും അങ്ങയെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് സദാ വിളിച്ചുദ്ഘോഷിച്ച് ആനന്ദിക്കുന്നത്. പുത്രനായ ഈശോയെ, അങ്ങിൽ നിന്നും, അങ്ങയുടെ സ്നേഹം നിറഞ്ഞ പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിലേക്കും പരിശുദ്ധാത്മാവിൽ നിങ്ങളിലേക്ക് ഒഴുകുന്ന സ്നേഹത്തിനും യാതൊരു തടസ്സവുമില്ല. കാരണം പരിശുദ്ധാത്മാവും പരമപരിശുദ്ധനാണ്. ആ പരിശുദ്ധമായ സ്നേഹബന്ധത്തിൽ ഉൾച്ചേരാനാണല്ലോ അങ്ങ് തിരുസഭയിലെ എല്ലാ ദൈവമക്കളെയും വിളിച്ചിരിക്കുന്നത്. ആ സ്നേഹബന്ധത്തിൽ ഉൾച്ചേർന്ന് ഒന്നാകാനാണല്ലോ ഓരോ സന്യാസ സഭയെയും അതിലെ ഓരോ അംഗത്തെയും അങ്ങ് വിളിച്ചിരിക്കുന്നത്. ഓരോ ഇടവകയെയും രൂപതയെയും വ്യക്തിസഭകളെയും അങ്ങ് വിളിച്ചിരിക്കുന്നതും അതിനിർമ്മലമായ സ്നേഹത്തിൽ അങ്ങയോട് ഒന്നിച്ചു ചേരാൻ, അങ്ങയുടെ സ്നേഹം ഞങ്ങളിലേക്ക് ഒഴുകുന്നതിന് തടസ്സമായ എല്ലാ പാപവും അശുദ്ധിയും മാലിന്യവും ഞങ്ങളിൽ നിന്ന് അങ്ങ് നീക്കിക്കളയണമേ. അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വചനമാകുന്ന സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും ദിവ്യകാരുണ്യ ആരാധനയിൽ ചെലവഴിക്കുമ്പോഴും ജപമാല പ്രാർത്ഥിക്കുമ്പോഴും ദൈവവചനം ധ്യാനിക്കുമ്പോഴും കൂദാശകൾ സ്വീകരിക്കുമ്പോഴും പ്രത്യേകമായി പാപമോചനത്തിന്റെ കൂദാശ സ്വീകരിക്കുമ്പോഴും ഞങ്ങളിലെ മാലിന്യങ്ങൾ, ഞങ്ങളിലേക്ക് ദൈവസ്നേഹം ഒഴുകുന്നതിനുള്ള തടസ്സങ്ങളായി നിൽക്കുന്ന പാപമാലിന്യങ്ങൾ പാപം നീക്കുന്ന കുഞ്ഞാടെ, ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ നിന്നും അങ്ങ് ഏറ്റുവാങ്ങുന്നു, എടുത്തു മാറ്റുന്നു. അപ്പോഴാണ് ഞങ്ങൾ അങ്ങേ സന്നിധിയില് ദിവ്യസ്നേഹ ആനന്ദ ലഹരിയിൽ ആറാടുന്നത്. ഞങ്ങളുടെ കണ്ണുകളും ഹൃദയവും നിറഞ്ഞൊഴുകുന്നത് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദിവ്യകാരുണ്യ സാന്നിധ്യമേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഹൃദയം തകർന്നവരും തിരുസക്രാരിയിലെ അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക്, ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഇതാ ഭാരങ്ങളും അസ്വസ്ഥതകളും തീർത്ത എല്ലാ തടസ്സങ്ങളും അശുദ്ധിയും അങ്ങയുടെ തിരുരക്തത്താൽ എടുത്തു മാറ്റുമ്പോൾ പാപം നീക്കുന്ന കുഞ്ഞാടെ അങ്ങയുടെ സ്നേഹം, സമാശ്വാസം ഞങ്ങളിലേക്ക് ഒരു തടസ്സവുമില്ലാതെ ഒഴുകുന്നു. പിതാവിന്റെ വാത്സല്യം, സ്നേഹവും ഞങ്ങളിലേക്ക് നിറഞ്ഞു കവിയുന്നു. പുത്രന്റെ രക്ഷാകര സ്നേഹം ഞങ്ങളിലേക്ക് നിറഞ്ഞു കവിയുന്നു. പരിശുദ്ധാത്മാവെ അങ്ങയുടെ വിശുദ്ധീകരിക്കുന്ന സ്നേഹം ഞങ്ങളിലേക്ക് നിറഞ്ഞു കവിയുന്നു. അങ്ങനെ ഞങ്ങളിലേക്ക് നിറയുകയും ഞങ്ങളിൽ നിന്നും മറ്റെല്ലാവരിലേക്കും കവിയുകയും ചെയ്യുമ്പോൾ
ആ സ്നേഹത്തിന്റെ ചരടിൽ, നിർമ്മലമായ സ്നേഹത്തിന്റെ ചരടിൽ ഞങ്ങൾ ഒരു ജപമാലയായി തീരുന്നു, പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയായി തീരുന്നു, ആരാധിക്കുന്ന കൂട്ടായ്മയായി തീരുന്നു, ആരാധിക്കുന്ന സഭയായി തീരുന്നു, സ്നേഹം കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന സഭയായി തീരുന്നു, തങ്ങൾക്കുള്ളത് ഇല്ലാത്തവരോടുകൂടി പങ്കുവെക്കുന്നവരായി തീരുന്നു. ഒന്നും പിടിച്ചുവെക്കാൻ പിന്നെ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. നാഥ, അങ്ങേ സഭയിൽ ഞങ്ങളെ ജപമാലയായി, പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയായി തീർക്കണമേ. സഭയിലെ ഓരോ കുടുംബത്തെയും, തിരുസഭയിലെ ഓരോ സന്യാസ സമൂഹത്തെയും, തിരുസഭയിലെ ഓരോ വ്യക്തിസഭയെയും, ആഗോള സഭയെ മുഴുവനും പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയായി, ആരാധിക്കുന്ന കൂട്ടായ്മയായി അങ്ങ് തീർക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ നിനക്ക് സ്വീകാര്യമായ ബലിയർപ്പിക്കുന്ന ഒരു വിശുദ്ധ ജനമായി അങ്ങ് തീർക്കണമേ. ജപമാലയിലെ മുത്തുമണി സ്നേഹച്ചരടിൽ ഓർത്തിടേണം, അമ്മയോടും ചേർന്നിടേണം. പരിശുദ്ധാത്മാവും ഒന്നായിരം പോലെ
ജപമാലയിലെ മുത്തുമണി പോ സ്നേഹക്കരടി കോർത്തിടേണം അമ്മയോടൊന്നായി ചേർന്നിടേണം. പങ്കുവെക്കുരാനോടൊപ്പം മനുഷ്യരെല്ലാം ദയിച്ചിടേണം. ആദിമ ക്രൈസ്തവ സമൂഹം പോൽ പുതുയുഗ സമൂഹം വന്നിടേണം. ആദിമ ക്രൈസ്തവ സമൂഹം പോൽ പുതുയുഗ സമൂഹം വന്നിടേണം. ജപമാലയായിടേണം സഭയിൽ ജപമാലയായിടേണം. ജപമാലയിലെ മുത്തുമണി പോ സ്നേഹക്കരടി കോർത്തിടേണം അമ്മയോടൊന്നായി ചേർന്നിടേണം. സ്നേഹം നിറഞ്ഞ ദിവ്യകാരുണ്യനാഥ, പിതാവിനോട് സമനായവനെ, അനന്ത സ്നേഹത്തിലും അനന്ത നന്മയിലും അനന്ത വിശുദ്ധിയിലും അങ്ങ് പിതാവിനോട് സമനാണല്ലോ. അങ്ങ് ലോകത്തിലേക്ക് വന്നത് ഞങ്ങളും സ്നേഹത്തിലും വിശുദ്ധിയിലും നന്മയിലും പിതാവിന്റെ പൂർണ്ണതയിലേക്ക് വളരാനാണല്ലോ. പിതാവിനോട് സമന്മാരായി തീരാനാണല്ലോ. അങ്ങ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്യുന്നവയും അതിനേക്കാൾ വലിയവയും ചെയ്യും. ഈശോയെ, പിതാവിനോട് ഞങ്ങൾ ഓരോരുത്തരും, ഞങ്ങളുടെ ഓരോ കുടുംബവും ഓരോ കമ്മ്യൂണിറ്റിയും വിശുദ്ധിയിലും സ്നേഹത്തിലും നന്മയിലും സമന്മാരാകുമ്പോൾ ഇവിടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും, അങ്ങ് വാഗ്ദാനം ചെയ്ത പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകുകയാണല്ലോ. എല്ലാ കണ്ണുകളിൽ നിന്നും അപ്പോൾ കണ്ണുനീര് തുടച്ചു മാറ്റപ്പെടുമല്ലോ. ഇതാ ഞാൻ എല്ലാം നവീകരിക്കുന്നുവെന്ന അങ്ങയുടെ വാഗ്ദാനം നിറവേറുമല്ലോ. ആ പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും വരവേൽപ്പിനെ നമുക്ക് ഇപ്പോൾ എതിരേൽക്കാം ആനന്ദപൂർവം. ദൈവത്തിൻ വാഗ്ദാനം പുതിയൊരു ആകാശം പുതിയൊരു ഭൂമി ദൈവത്തിൻ വാഗ്ദാനം ദൈവത്തിൻ വാഗ്ദാനം. ഒരുങ്ങിടുവിൻ ജനതകളെ, പുതിയൊരു യുഗമിതാഗതമായി. ഒരുങ്ങിടുവിൻ ജനതകളെ, പുതിയൊരു യുഗമിതാഗതമായി.
പുതിയൊരു ആകാശം പുതിയൊരു ഭൂമി ദൈവത്തിൻ വാഗ്ദാനം ദൈവത്തിൻ വാഗ്ദാനം പെരുമഴ പോലത് പെയ്തിറങ്ങി അലകടൽ പോലത് അലയടിക്കും പെരുമഴ പോലത് പെയ്തിറങ്ങി അലകടൽ പോലത് അലയടിക്കും ഉണരൂ ഉണരൂ ജനതകളെ ദൈവത്തിൻ രാജ്യമിതാ വരുന്നു ഉണരൂ ഉണരൂ ജനതകളെ ദൈവത്തിൻ രാജ്യമിതാ വരുന്നു പുതിയൊരു ആകാശം പുതിയൊരു ഭൂമി ദൈവത്തിൻ വാഗ്ദാനം ദൈവത്തിൻ വാഗ്ദാനം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി കണ്ണിലെഴുതാ അഞ്ജനം തരൂ ദിവ്യകാരുണ്യമേ കാഴ്ച നേടുവാ കണ്ണിലെ